ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രീവിയസ് ഇയർ ചോദ്യം അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് പ്രധാനമായിട്ടും ഡിഗ്രി ലെവൽ പരീക്ഷകളും മറ്റ് മത്സര പരീക്ഷകളിലുമൊക്കെ ആയിട്ട് നമുക്ക് ചോദ്യമായി വന്നിട്ടുള്ള ചില പ്രീവിയസ് ഇയർ കേരള ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. നമ്മുടെ മത്സര പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുൻവർഷ ചോദ്യങ്ങൾ എന്നുള്ളത്. സോ ആ ഒരു മുൻവർഷ ചോദ്യങ്ങളൊന്ന് പരിചിതമാവുക, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. കാരണം പ്രീവിയസ് ഇയറിലെ പല ചോദ്യങ്ങളും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മത്സര പരീക്ഷകളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. ഓരോ ചോദ്യമായി നമുക്കിങ്ങനെ നോക്കി പോകാം. നിങ്ങളും എന്നോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു ആൻസർ രേഖപ്പെടുത്തി വെക്കണം. ആ ഒരു ആൻസർ രേഖപ്പെടുത്തിയിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സ്ട്രോങ് ആയിട്ട് എത്രമാത്രം കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് പരിചിതമാണ് എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മക്കളെ, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. സോ ഇത് ഡിഗ്രി ലെവലിൽ PSC ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യം. ഇവിടെ നമ്മൾ എങ്ങനെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കണം എന്ന കാര്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസുകൾ നമ്മൾ ഓരോന്നായി നോക്കാൻ പോവുകയാണ്. പതിവ് കണക്ക് വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ട്രാവൻകൂർ. 2. ശുചീന്ദ്രം കൈമുക്ക് വാസ് സ്റ്റോപ്ഡ് ബൈ സ്വാതി തിരുനാൾ രാമവർമ്മ. 3. ദേവദാസി സിസ്റ്റം വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് സേതു ലക്ഷ്മി ഭായ്. 4. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് സേതു ലക്ഷ്മി ഭായ്. സോ ഇതാണ് പ്രധാനമായിട്ടുമുള്ള 4 സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇതിൽ നിന്നും ഏതാണ് ശരിയായ പ്രസ്താവന, ട്രൂ ആൻസേഴ്സ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. സോ ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ, പതിവ് കണക്ക് എന്ന് പറയപ്പെടുന്നത് എന്താണ്? പതിവ് കണക്ക് എന്ന് പറയപ്പെടുന്നത് ആനുവൽ ബഡ്ജറ്റാണ്. പതിവ് കണക്ക് എന്ന് പറയപ്പെടുന്നത് ആനുവൽ ബഡ്ജറ്റാണ്, വാർഷിക ബഡ്ജറ്റാണ്. തിരുവിതാംകൂറിലെ ആ ഒരു വാർഷിക ബഡ്ജറ്റിന് പറയുന്ന പേരാണ് പതിവ് കണക്ക് എന്നുള്ളത്. സോ ആ ഒരു പതിവ് കണക്ക് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ആരാണ്? നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ഉത്തരം അറിയാമായിരിക്കും. അത് മാർത്താണ്ഡവർമ്മ തന്നെയാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു 4 ഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ ഈ ഒരു 4 ഓപ്ഷനിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ദെൻ രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ, ശുചീന്ദ്രം കൈമുക്ക് അതായത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു പ്രാകൃത ശിക്ഷാ നടപടിയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയപ്പെടുന്നത്. അതായത് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ തിളച്ച നെയ്യിൽ കൈമുക്കണമായിരുന്നു. സോ ആ ഒരു സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് പ്രധാനമായിട്ടും ഈ ഒരു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ശുചീന്ദ്രം കൈമുക്ക് പ്രധാനമായിട്ടും നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. സോ ആ ഒരു ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ് എന്ന കാര്യം മനസ്സിലാക്കണം. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ശരിയാണ്. ഇവിടെ ഇതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാകൃത ശിക്ഷാ നടപടിയായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് മാത്രമല്ല, മറ്റൊരു ശിക്ഷാ നടപടിയും ഈ ഒരു സ്വാതി തിരുനാൾ രാമവർമ്മ നിർത്തലാക്കിയിരുന്നു. അതായത് പ്രധാനമായിട്ടും സ്ത്രീകളെ തലമുണ്ടനം ചെയ്തുകൊണ്ട് നാട് കടത്തുന്ന ഒരു സിസ്റ്റം കൂടി തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നു. അതായത് ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ സ്ത്രീകളുടെ തലമുണ്ടനം ചെയ്ത് അവരെ നാട് കടത്തുന്ന ഒരു സമ്പ്രദായം കൂടി തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു സമ്പ്രദായവും, അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തിന് തുടക്കമിട്ടതും അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായം അവസാനിപ്പിച്ചതും സ്വാതി തിരുനാൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, അത് പ്രധാനമായിട്ടും അത് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക, അത് പ്രധാനമായിട്ടും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ വെട്ടിക്കളയാനായിട്ട് സാധിക്കും. അതായത് എല്ലാ ഓപ്ഷനിലും 2 ഉണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷനിലും 2 ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഈ
രണ്ട് കാര്യങ്ങളും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ദേവദാസി സമ്പ്രദായം അല്ലെങ്കിൽ ഈ ദേവദാസി സമ്പ്രദായത്തിന് മറ്റൊരു പേരുണ്ട്, കുടിക്കാരി സമ്പ്രദായം. ദേവദാസി സമ്പ്രദായം അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം. സോ പ്രധാനമായിട്ടും തിരുവിതാംകൂറിൻ്റെ സദേൺ പാർട്ടിലുള്ള അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ദേവദാസി സിസ്റ്റം. സോ ആ ഒരു ദേവദാസി സിസ്റ്റം തിരുവിതാംകൂറിൽ അബോളിഷ് ചെയ്തത് റാണി സേതുലക്ഷ്മി ഭായി ആണ്. അപ്പോൾ മൂന്നാമത്തെ സമ്പ്രദായവും ശരിയാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ അബോളിഷ് ചെയ്തത് റാണി സേതുലക്ഷ്മി ഭായി ആണ്. ആരാണ്? റാണി സേതുലക്ഷ്മി ഭായി. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ പോയിൻറ്റും ശരിയാണ്. ഇനിയും നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത എല്ലാ ഓപ്ഷനുകളും നമ്മൾ വെട്ടിക്കളയുന്നു. നമുക്ക് മനസ്സിലായി ഒന്നെങ്കിൽ ഉത്തരം ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി. കാരണം എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രതിപാദിക്കുന്നില്ല, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെയും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ ബിയും ഡിയും തെറ്റാണ് എന്നുള്ളത് മനസ്സിലായി. ഇനിയും ഒന്നെങ്കിൽ ഉത്തരം എ അല്ലെങ്കിൽ ഉത്തരം സി ആയിരിക്കും. സോ അതിനുവേണ്ടി നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് സേതുലക്ഷ്മി ഭായ്. അപ്പോൾ റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് എന്നുള്ളതാണ് ചോദ്യമായി അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായി തന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങളൊന്ന് പറഞ്ഞേ. യെസ്, ഈ ഒരു പ്രസ്താവന തെറ്റാണ്. അതായത് ഈ ഒരു പ്രസ്താവന തെറ്റാണ്. തിരുവിതാംകൂറിൽ സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം അവസാനിപ്പിക്കുന്നത് റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലല്ല, മറിച്ച് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ് 1812. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രധാനമായിട്ടും സ്ലേവ് ട്രേഡാണ് അബോളിഷ് ചെയ്യുന്നത്. സ്ലേവ് ട്രേഡ് അബോളിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്ലേവറി പൂർണ്ണമായിട്ടും ഇവിടെ നിർത്തലാക്കിയില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. പക്ഷേ നമുക്ക് മത്സര പരീക്ഷകളിൽ പലപ്പോഴും ഉത്തരമായിട്ട് വരുന്നത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ പേരാണ്. അതുകൊണ്ട് അവിടെ മനസ്സിലാക്കി വെക്കണം, 1812 സ്ലേവറി തിരുവിതാംകൂറിൽ അബോളിഷ് ചെയ്തത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്ത അന്നത്തെ ദിവാൻ റെസിഡൻറ്റ് കേണൽ മൺറോ ആയിരുന്നു. സോ ആ ഒരു മൺറോയുടെ പങ്കാളിത്തം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ പേര് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്ന ഏതാണ്? അപ്പോൾ നമുക്ക് മനസ്സിലായി എ എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ദെൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 3 ഇവിടെ ശരിയായി വരുന്നത്. ഓപ്ഷൻ സി, ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, ആനുവൽ ബഡ്ജറ്റ്. തിരുവിതാംകൂറിലെ ആനുവൽ ബഡ്ജറ്റാണ് പ്രധാനമായിട്ടും ഓർത്തു വെക്കണം, പതിവ് കണക്ക്. ആ ഒരു സമ്പ്രദായം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ദെൻ ശുചീന്ദ്രം കൈമുക്ക എന്ന ആ ഒരു പ്രാകൃത ശിക്ഷാ നടപടി തിരുവിതാംകൂറിൽ അബോളിഷ് ചെയ്തത് സ്വാതി തിരുനാളാണ് ആ ഒരു പ്രാകൃത ശിക്ഷാ നടപടി അബോളിഷ് ചെയ്തത്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം, ആ ഒരു സമ്പ്രദായം അവസാനിപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായ് ആണ്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു, അത് നമ്മൾ തിരുത്തി പറഞ്ഞു. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി അതാരാണ്? അത് റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. വർഷം 1812. വർഷം ഏതാ? 1812. നിങ്ങൾക്ക് അത് ഇവിടെ കുറച്ച് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കും. നോക്കിക്കേ, സ്ലേവറി അല്ലെങ്കിൽ സ്ലേവ് ട്രേഡ് വാസ് abolished in Travancore by ആരാണ്? നമ്മൾ പഠിച്ചു അല്ലേ, ആരാണ് അത്? റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. വർഷം ഏതാ? 1812. റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ് സ്ലേവറി അബോളിഷ് ചെയ്തത്. വർഷം 1812. ഇനിയും റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. ഒന്ന് നോക്കിക്കേ, ഡയറക്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് ദേവസ്വംസ് ബൈ ദ ഗവൺമെൻറ് ടു പ്രിവെൻറ്റ് ദെയർ മിസ്മാനേജ്മെൻറ്റ്. അതായത് ദേവസ്വം ക്ഷേത്രങ്ങൾ അതിനു മുൻപ് വരെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. സോ ദേവസ്വം ക്ഷേത്രങ്ങളെ പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്, റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പോൾ ദേവസ്വം ക്ഷേത്രങ്ങളെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ അതും റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ
ചട്ടവരിയോലകൾ എന്ന് പറയുന്ന ആ ഒരു നിയമസംഹിതയാണ്, തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ്. അപ്പോൾ ആ ഒരു ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത പബ്ലിഷ് ചെയ്തതും റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. സോ അതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കേണൽ മൺട്രോ. നോട്ട് ചെയ്ത് വെക്കണം, 1811 കേണൽ മൺട്രോയാണ് ഈ ഒരു ചട്ടവരിയോലകൾ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. 1811. അതായത് തിരുവിതാംകൂറിൽ അതുവരെ നിലനിന്നിരുന്ന നിയമവ്യവസ്ഥയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് വ്യവസ്ഥയും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയൊരു നിയമസംഹിത തിരുവിതാംകൂറിന് വേണ്ടി തയ്യാറാക്കി. അതായിരുന്നു ചട്ടവരിയോലകൾ. 1811 ഈ ഒരു ചട്ടവരിയോലകൾ എന്ന ഈ ഒരു നിയമസംഹിത തയ്യാറാക്കിയത് അന്നത്തെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് ദിവാനായിരുന്ന കേണൽ മൺട്രോ ആയിരുന്നു എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൂടി ഇവിടെ ഒന്ന് അറിഞ്ഞു വെച്ചുകൊള്ളുക. സോ ഇതാണ് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അനുബന്ധ ഫാക്റ്റുകൾ, അതുകൂടി നിങ്ങളിവിടെ അറിഞ്ഞു വെച്ചുകൊള്ളുക. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെയും ഇതും തിരുവിതാംകൂറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്, തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി നമ്മൾ നോക്കാനായി പോകുന്നത്. ഇതും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. സോ ഈ ഒരു ചോദ്യവും നമുക്ക് പ്രധാനമായിട്ടും ശരിയായ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഓപ്ഷനിൽ അത് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുണ്ട്, ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഫാക്റ്റ്, അതായത് നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. ഒന്ന്, ഡ്യൂറിങ് ദ മാർത്താണ്ഡവർമാസ് പീരീഡ് the Pillamar, the Madambimar, who had established them as a powerful force, the public life of the state, and they were supported by the Yogakar. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം നമുക്കറിയാം. മാർത്താണ്ഡവർമ്മയുടെ ടൈം പീരീഡ് എന്ന് പറയപ്പെടുന്നത് 1729 തുടങ്ങുന്നത്. 1729 ആധുനിക തിരുവിതാംകൂറിന് മാർത്താണ്ഡവർമ്മ തുടക്കം കുറിക്കുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായിട്ട് നമ്മളോട് തന്നിരിക്കുന്നതാണ്, ആ ഒരു സമയത്ത് പിള്ളമാരും മാടമ്പിമാരും ഒക്കെ തന്നെ വലിയൊരു പവർഫുൽ ഫോഴ്സായിട്ട് അവിടെ എമേർജ് ചെയ്തു. അവരെ സപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ആളുകളായിരുന്നു യോഗക്കാർ. ദെൻ രണ്ടാമത്തെ പ്രസ്താവന, പോയറ്റ്സ് ലൈക്ക് രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ കെയിം ടു അഡോൺ ദ കോർട്ട്. അതായത് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു രാമപുരത്തു വാര്യർ, അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ. ഇതായിരുന്നു മറ്റൊരു പ്രസ്താവന. 3, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ലാൻഡ് അണ്ടർ ദ മെയിൻ ഹെഡ്സ് ഓഫ് ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ മല്ലൻ ശങ്കരൻ. അതായത് തിരുവിതാംകൂറിൽ ആ ഒരു ലാൻഡിൻ്റെ ഡിവിഷൻ പ്രധാനമായിട്ടും 4 തരംതിരിച്ചു. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരം വക എന്നിങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തത് മല്ലൻ ശങ്കരനാണ്. ഇതാണ് മൂന്നാമത്തെ പ്രസ്താവന. 4, എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ദ മണ്ഡപത്തും വാതുക്കൽ വിച്ച് വാസ് അണ്ടർലേ കാര്യക്കാർ ഹൂ വാസ് പ്രോട്ടോടൈപ്പ് ഓഫ് ദ മോഡേൺ തഹസീൽദാർ. അതായത് കാര്യക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനായിരുന്നു മണ്ഡപത്തും വാതുക്കലിൻ്റെ ഭരണ ചുമതല. ഈ മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയപ്പെടുന്നത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേരുന്നതാണ്. ആ മണ്ഡപത്തും വാതുക്കലിൻ്റെ ഭരണ ചുമതലയുണ്ടായിരുന്ന കാര്യക്കാർ നിലവിലെ തഹസീൽദാറിന് തുല്യരാണ്. ഇതായിരുന്നു ആ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇതിൽ നിന്നും ഏതൊക്കെയാണ് ശരിയായുള്ളത്, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തെ പറ്റിയിട്ട് ശരിയായുള്ള പ്രസ്താവനകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ മകളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് ഏതൊക്കെയാണ് ശരിയെന്ന് മാർക്ക് ചെയ്ത്, ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ അവസരമാണ്, നിങ്ങളിത് നോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഏതാണ് ശരിയായ ഉത്തരമെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ, ഒന്നാമത്തെ പ്രസ്താവന അതായത് ഒന്നാമത്തെ പ്രസ്താവന നോക്കുമ്പോൾ നമുക്കറിയാം, കേരള ചരിത്രത്തിൽ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നതാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു ഇനീഷ്യൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം, അത് പ്രധാനമായിട്ടും യോഗക്കാർ, അതേപോലെ തന്നെ മാടമ്പിമാർ, എട്ടുവീട്ടിൽ പിള്ളമാർ, അതേപോലെ തമ്പി സഹോദരന്മാർ, ഇവരൊക്കെ ആയിരുന്നു. സോ ഇവർ ആ ഒരു സമയത്ത് വലിയൊരു ഫോഴ്സായിട്ട് വരികയും പവർഫുള്ളായിട്ട് വരികയും ഇവർ മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിലകൊള്ളുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ടവരായിരുന്നു പിള്ളമാരും മാടമ്പിമാരും. ദെൻ അവരെ സപ്പോർട്ട് ചെയ്ത ഒരു വിഭാഗമായിരുന്നു യോഗക്കാർ. അപ്പോൾ ഈ ഒരു പ്രസ്താവന വളരെ ശരിയാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് പിള്ളമാർ, മാടമ്പിമാർ, അതേപോലെ തന്നെ യോഗക്കാർ. പിള്ളമാരെന്ന് പറയുമ്പോൾ 8 വീട്ടിൽ പിള്ളമാർ. ദെൻ യോഗക്കാരെന്ന് പറയുമ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികളായിരുന്നു, അല്ലെങ്കിൽ ആ ക്ഷേത്ര ചുമതല ഉണ്ടായിരുന്നവരായിരുന്നു യോഗത്തിൽ പോറ്റിമാർ. അപ്പോൾ യോഗക്കാർ അവരും എല്ലാം തന്നെ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിലകൊണ്ടു എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. തമ്പി ബ്രദേഴ്സ് അതായത് വേണാട്ടിലെ അവസാന ഭരണാധികാരിയായിരുന്ന രാമവർമ്മയുടെ മക്കളായ തമ്പി ബ്രദേഴ്സ്, ഇവരൊക്കെ തന്നെ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിലകൊണ്ടു എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇവരെയൊക്കെ അടിച്ചമർത്തിയിട്ടാണ് മാർത്താണ്ഡവർമ്മ തൻ്റെ ആ ഒരു ഭരണം അവിടെ നിലനിർത്തിയത് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മളത് പ്രധാനമായിട്ടും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ വെട്ടിക്കളയാൻ സാധിക്കും. അത് ഓപ്ഷൻ സി ആണ്. ആ ഒരു ഓപ്ഷൻ നമ്മൾ വെട്ടിക്കളയുന്നു. ഇനിയും രണ്ടാമത്തെ പ്രസ്താവന നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെയുള്ള മറ്റ് ഓപ്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. കാരണം എല്ലാ ഓപ്ഷനിലും രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയറ്റ്സ് ലൈക്ക് രാമപുരത്ത് വാര്യർ ആൻഡ് കുഞ്ചൻ നമ്പ്യാർ കെയിം ടു അഡോൺ ദ കോർട്ട്. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ രാജകീയ സദസ്സ് പറയുമ്പോൾ ആ രാജകീയ സദസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളായിരുന്നു, 2 പോയറ്റ്സ് ആയിരുന്നു രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ഇത് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ മാർത്താണ്ഡവർമ്മയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ മനസ്സിലാക്കി വെച്ചുകൊള്ളുക, രാമപുരത്ത് വാര്യരും അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ 2 പോയറ്റ്സ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം ആക്രമിച്ചപ്പോഴാണ് ആ ചെമ്പകശ്ശേരി രാജ്യത്തെ സദസ്യനായിരുന്ന കുഞ്ചൻ നമ്പ്യാരെ തിരുവിതാംകൂറിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും കുഞ്ചൻ നമ്പ്യാർ തിരുവിതാംകൂറിലെ സദസ്യനായി മാറുന്നതും, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ സദസ്യനായി മാറുന്നതും എന്ന കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അവിടെ നിന്നും നമുക്ക് ഒരു ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനിയും മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ലാൻഡ് അണ്ടർ ദ മെയിൻ ഹെഡ്സ് ഓഫ് ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം ആൻഡ് പണ്ടാരമക വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മല്ലൻ ശങ്കരൻ. മക്കളെ, ഇവിടെ നിങ്ങളൊരു കാര്യം അറിഞ്ഞു വെക്കണം. അതായത് പ്രധാനമായിട്ടും ഒരു ഭൂസർവേ, അതായത് തിരുവിതാംകൂറിൽ ഒരു ഭൂസർവേ നടത്തുന്നതിനായിട്ട് നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ്, മാർത്താണ്ഡവർമ്മ നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ് മല്ലൻ ശങ്കരൻ, പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഇദ്ദേഹം ഒരു ഭൂസർവേ തിരുവിതാംകൂറിൽ നടത്തുന്നു. ആ ഭൂസർവേ ആയിരുന്നു കണ്ടെഴുത്ത്. നോട്ട് ചെയ്ത് വെക്കണം. ഭൂസർവേ ആയിരുന്നു കണ്ടെഴുത്ത്. അതായത് തിരുവിതാംകൂറിൽ കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ലാൻഡ് സർവേ നടത്തിയത് മല്ലൻ ശങ്കരനാണ്, പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. സോ ഈ പള്ളിയാടി മല്ലൻ ശങ്കരൻ നടത്തിയ ആ ഒരു ലാൻഡ് സർവേയുടെ അടിസ്ഥാനത്തിൽ പള്ളിയാടി മല്ലൻ ശങ്കരൻ തിരുവിതാംകൂറിലെ ഭൂമിയെ പ്രധാനമായിട്ടും 4 തരംതിരിക്കുന്നു. അപ്പോൾ ആ 4 വകഭേദങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരം വക എന്നുള്ളതുമാണ്. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരം വക എന്നുള്ളതായിരുന്നു ആ 4 ഡിവിഷൻസ്. ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർ കൈവശം വെച്ചിരുന്ന ഭൂമി. ദേവസ്വം എന്ന് പറയുന്നത് ക്ഷേത്രം വക ഭൂമിയായിരുന്നു. ദാനം എന്ന് പറയപ്പെടുന്നത് ആർക്കും അവകാശമില്ലാതിരുന്ന ഭൂമിയായിരുന്നു. അതേപോലെ തന്നെ പണ്ടാരം വക ഭൂമി എന്ന് പറയപ്പെടുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി എന്നായിരുന്നു. സോ ഇതായിരുന്നു ആ 4 ഡിവിഷൻസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ 4 ഡിവിഷൻസും ശരിയാണ്. അത് കൊണ്ടുവന്നത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ഭാഗത്ത് ഉടൻ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന നോക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അവിടെ നിന്നും നമ്മളൊരു ഓപ്ഷൻ വെട്ടിക്കളഞ്ഞു, അല്ലേ? നമ്മൾ ആ ഒരു ഡി ഓപ്ഷൻ വെട്ടിക്കളഞ്ഞു. ഇനിയും നമുക്ക് മുൻപിലുള്ളത് 2 ഓപ്ഷൻ മാത്രം, ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. അതിനുവേണ്ടി നമുക്ക് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി നോക്കണം. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കാൻ പോകുന്നു. നോക്കിക്കേ. A group of villages constituted the Mandavathum Vadukal, which was underlay Karyakar, who was a prototype of the modern Tahsildar. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതും നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചുകൊള്ളുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇതെന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് തിരുവിതാംകൂറിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതാണ്. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിനെ അനേകം വില്ലേജുകളായി, പകുതികളായി ഡിവൈഡ് ചെയ്തു. ആ പകുതിയുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു പാർവതീകാർ അല്ലെങ്കിൽ പ്രവർത്തികാർ. ദെൻ ആ ഒരു കൂട്ടം ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം പകുതികൾ അല്ലെങ്കിൽ വില്ലേജുകൾ ചേർന്ന് രൂപീകൃതമാകുന്നതാണ് മണ്ഡപത്തും വാതുക്കൽ. ആ ഒരു മണ്ഡപത്തും വാതുക്കലിൻ്റെ ഭരണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു കാര്യക്കാർ.
സോ ആ കാര്യക്കാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നിലവിൽ ഇന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കുകയാണ് എങ്കിൽ അത് തഹസീൽദാർ എന്ന് പറയുന്ന സ്ഥാനത്തിന് തുല്യനാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതായത് ഇവിടെ നൽകിയിട്ടുള്ള 4 പ്രസ്താവനകളും ശരിയാണ്. അതായത് 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഈ 4 ഫാക്റ്റുകൾ, ഈ 4 ഫാക്റ്റും നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇനിയും ഈ ഒരു ഭാഗത്ത് നിന്നും ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റുകളോ ഒക്കെ ചേർത്ത് ചോദ്യങ്ങൾ വരാം. അപ്പോൾ പഠിച്ചു വെക്കുക. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ചില അനുബന്ധ വസ്തുതകളുണ്ട്, നമ്മളത് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് എങ്കിൽ പോലും നമ്മളതൊന്ന് ഒന്നുകൂടി നോക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഇതൊന്ന് നോക്കിക്കേ. മാർത്താണ്ഡവർമ്മ. സോ മാർത്താണ്ഡവർമ്മയാണ് പതിവ് കണക്ക്. നമ്മൾ പറഞ്ഞു പതിവ് കണക്ക് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് സ്വയം പറയാൻ ശ്രമിച്ചേ. പതിവ് കണക്ക് എന്താണ്? അതെ, അത് വാർഷിക ബജറ്റാണ്. തിരുവിതാംകൂറിലെ വാർഷിക ബജറ്റായിരുന്നു പതിവ് കണക്ക്. ദെൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കണ്ടെഴുത്ത് എന്നുള്ളതായിരുന്നു. കണ്ടെഴുത്ത് അത് നമ്മൾ പറഞ്ഞതാണ്. തിരുവിതാംകൂറിലെ ലാൻഡ് സർവേ ആയിരുന്നു കണ്ടെഴുത്ത്. ആ ഒരു കണ്ടെഴുത്ത് നടത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ. കണ്ടെഴുത്ത്, തിരുവിതാംകൂറിൽ കണ്ടെഴുത്ത് എന്ന് പറയപ്പെടുന്നത് എന്താണ്? അത് ലാൻഡ് സർവേ ആയിരുന്നു, ഭൂ സർവേ ആയിരുന്നു. അതായത് കണ്ടെഴുതുക, അതായത് ഭൂമി കണ്ട് അത് രേഖപ്പെടുത്തി വെക്കുക. ആ ഒരു ലാൻഡ് സർവേ സിസ്റ്റം ആയിരുന്നു. സോ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് സർവേ നടത്താനായിട്ട് വേണ്ടി മാർത്താണ്ഡവർമ്മ അപ്പോയിൻറ്റ് ചെയ്ത റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ. സോ ആ ഒരു പള്ളിയാടി മല്ലൻ ശങ്കരൻ നടത്തിയ ലാൻഡ് സർവേയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും തിരുവിതാംകൂറിലെ ഭൂമിയെ 4 തരംതിരിച്ചു. നമ്മൾ പറഞ്ഞതാണ്. 1 ദേവസ്വം, ടെമ്പിൾ ലാൻഡ്, അതായത് ക്ഷേത്രമക ഭൂമി. 2 ബ്രഹ്മസ്വം, ലാൻഡ് ഓഫ് ബ്രാഹ്മിൻസ്, ബ്രാഹ്മണന്മാർ കൈവശം വെച്ചിരുന്ന ഭൂമി. ദാനം, അതായത് ലാൻഡ് ടു വിച്ച് നോ വൺ ഹാസ് എ റൈറ്റ്, അതായത് ആർക്കും ഒരു അവകാശവും ഉണ്ടാകാതിരുന്ന ഭൂമി, അല്ലെങ്കിൽ ആർക്കും ഉടമസ്ഥാവകാശം ഇല്ലാത്ത ഭൂമി. ദെൻ 4 പണ്ടാരം, ഗവൺമെൻറ് ലാൻഡ്. ഇവിടെ പണ്ടാരം എന്ന് പറയുമ്പോൾ ആ പണ്ടാരം വക ഭൂമിയുമായി ബന്ധപ്പെടുത്തി നമ്മളൊരു കാര്യം അറിഞ്ഞു വെക്കണം. സോ അതാണ് പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ. 1865 പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം. സോ ആ പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ 1865 നടത്തപ്പെട്ട വിളംബരമാണ്. സോ ഈ ഒരു വിളംബരം എന്താണ് എന്ന കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. അതായത് പണ്ടാരം എന്ന് പറയുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി. അപ്പോൾ ഈ ഒരു വിളംബരം പ്രകാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കാലങ്ങളായി കൃഷി ചെയ്തു വന്നിരുന്ന കർഷകർക്ക് ആ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥിരപ്പെടുത്തി നൽകി. സോ ഈ ഒരു വിളംബരമായിരുന്നു പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം. 1865 നടത്തിയ ഈ ഒരു വിളംബരമാണ് പ്രധാനമായിട്ടും തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. എന്താണ്? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1865 പണ്ടാരം പാട്ടം പ്രൊക്ലമേഷനാണ്. ഇനിയും ഇവിടെ ഒരു വിളംബരം കൂടി അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കണം. അതും ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്, 1867. അതാണ് ജന്മികുടിയാൻ വിളംബരം. അതെന്താണെന്ന് ചോദിച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് വർഷങ്ങളായി ജന്മിമാരുടെ കൃഷിഭൂമിയിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകരെ ആ കൃഷിഭൂമിയുടെ ഉടമസ്ഥരായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തപ്പെട്ട വിളംബരമായിരുന്നു ജന്മികുടിയാൻ വിളംബരം. ആ ഒരു വിളംബരവും 1867 ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഡിക്ലെയർ ചെയ്തത്. ആ ഒരു വിളംബരം കാണപ്പാട്ടം വിളംബരം അല്ലെങ്കിൽ കാണപ്പാട്ട വിളംബരം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ 2 വിളംബരങ്ങളും നിങ്ങളൊന്ന് പ്രത്യേകം പഠിച്ചു വെക്കണം. കാരണം നമുക്ക് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതും ഇവിടെ ഒന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ പണ്ടാരം വക ഭൂമി എന്താണ് എന്നറിഞ്ഞാൽ നമുക്ക് ഈ പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ ഓർത്തു വെക്കാൻ പറ്റും അല്ലേ. പണ്ടാരം വക ഭൂമി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഭൂമി ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ വർഷങ്ങളായി കൃഷി ചെയ്തിരുന്ന ആളുകൾക്ക്, പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന ആളുകൾക്ക് ആ ഉടമസ്ഥാവകാശം സ്ഥിരപ്പെടുത്തി നൽകുന്നു. അതാണ് പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ. അത് കണക്ട് ചെയ്ത് ഓർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫാക്ട് കൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചുകൊള്ളുക. പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, പക്ഷേ പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ എന്നുള്ളതാണ് ശരിയായ ഒരു പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെക്കുക. ഇനിയും ഈ ലാൻഡ് സർവേ, കണ്ടെഴുത്ത് എന്നുള്ള ലാൻഡ് സർവേയാണ് തിരുവിതാംകൂറിൽ. അപ്പോൾ കൊച്ചിയിലെ ലാൻഡ് സർവേ ഏതായിരുന്നു എന്ന രീതിയിലൊരു ചോദ്യം വരാം.
കൊച്ചിയിലെ ലാൻഡ് സർവേ അത് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അതാണ് കേട്ടെഴുത്ത്. അപ്പോൾ തിരുവിതാംകൂറിൽ കണ്ടെഴുത്ത്, കൊച്ചിയിൽ കേട്ടെഴുത്ത്. തിരുവിതാംകൂറിൽ കണ്ടെഴുത്ത്, കൊച്ചിയിൽ കേട്ടെഴുത്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചുകൊള്ളുക. ഇനിയും ഇവിടെ പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ ഓഫ് മാർത്താണ്ഡവർമ്മ, അതും ഈ ഒരു ചോദ്യത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും 2 പ്രധാന അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആയിട്ട് തിരുവിതാംകൂറിലെ ഭൂമിയെ അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ വേർതിരിച്ചിരുന്നു. അത് നമ്മളിന്ന് പറഞ്ഞതാണ്. സോ അവിടെ നമ്മൾ അതൊന്ന് നോക്കാൻ പോവുകയാണ്. സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിട്ട് അതാണ് പകുതി എന്ന് പറയപ്പെടുന്നത്. സോ ഈ ഒരു പകുതി എന്ന് പറയുന്നതാണ് ഗ്രാമം. ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വില്ലേജ് അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിൽ വാർഡ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിനെ ധാരാളം പകുതികളായിട്ട്, വില്ലേജുകളായിട്ട് വിഭജിക്കപ്പെട്ടു. സോ ആ ഓരോ പകുതിയിലും അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനെയായിരുന്നു പ്രവർത്തികാർ അല്ലെങ്കിൽ പാർവതീകാർ എന്നറിയപ്പെട്ടത്. 2 പേരുണ്ട്, രണ്ടും ഓർത്തു വെക്കണം. പ്രവർത്തികാർ അല്ലെങ്കിൽ പാർവതീകാർ, 2 പേരുകൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. പ്രവർത്തികാർ അല്ലെങ്കിൽ പാർവതീകാർ. ഈ ഉദ്യോഗസ്ഥൻ നിലവിലെ വില്ലേജ് ഓഫീസറിന് തുല്യനാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് ഈ ഒരു ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസറിന് തുല്യനായ ഉദ്യോഗസ്ഥനാണ്. അതായത് വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിന് തുല്യനായ ഉദ്യോഗസ്ഥനാണ് നേരത്തെ ഉണ്ടായിരുന്ന ആധുനിക തിരുവിതാംകൂറിലെ പാർവതീകാർ അല്ലെങ്കിൽ പ്രവർത്തികാർ എന്ന ഉദ്യോഗസ്ഥൻ. അതേപോലെ തന്നെ ധാരാളം അല്ലെങ്കിൽ അനേകം വില്ലേജുകൾ ചേർന്ന് അല്ലെങ്കിൽ അനേകം പകുതികൾ ചേർന്ന് ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റായിട്ട് മാറുന്നു. അതാണ് മണ്ഡപത്തും വാതുക്കൽ. തിരുവിതാംകൂറിൽ മൊത്തത്തിലായിട്ട് 20ഓളം മണ്ഡപത്തും വാതുക്കൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സോ അനേകം ഗ്രാമങ്ങൾ ചേർന്നാണ് ഈ ഒരു മണ്ഡപത്തും വാതുക്കൽ രൂപീകൃതമാകുന്നത്. അതായത് നമ്മുടെ ഒരു താലൂക്ക് സംവിധാനം പോലെ. സോ അനേകം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകൃതമാകുന്നു. ആ മണ്ഡപത്തും വാതുക്കലാണ് ഇവിടെ വരുന്നത്. മണ്ഡപത്തും വാതുക്കൽ. സോ ആ ഒരു മണ്ഡപത്തും വാതുക്കലിൻ്റെ ഭരണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, നോട്ട് ചെയ്ത് വെക്കണം, മണ്ഡപത്തും വാതുക്കലിൻ്റെ ഭരണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് കാര്യക്കാർ. നോട്ട് ചെയ്ത് വെക്കണം, കാര്യക്കാർ. സോ ആ കാര്യക്കാർ എന്ന് പറയുന്നത് തഹസീൽദാറിന് തുല്യനാണ്. തഹസീൽദാർ എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗസ്ഥന് തുല്യനാണ്. നിലവിലെ തഹസീൽദാർ എന്ന ഉദ്യോഗസ്ഥന് തുല്യനാണ് കാര്യക്കാർ. അതുകൂടി മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഇനിയും ഇവിടെ മറ്റൊരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന അല്ലെങ്കിൽ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്ന, തിരുവിതാംകൂറിലെ ആദ്യ റീജൻറ്റ് ഭരണാധികാരിയായിരുന്ന, തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം മാത്രം ഭരണം നടത്തിയ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ ദിവാൻ കം റെസിഡൻ്റ് ആയിരുന്ന കേണൽ മൺട്രോ അദ്ദേഹം ഈ ഒരു പദവി, കാര്യക്കാർ എന്നുള്ള പദവി പുനർനാമകരണം ചെയ്ത് അദ്ദേഹം തഹസീൽദാർ എന്നാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിൽ കാര്യക്കാർ എന്നുള്ള പദവി തഹസീൽദാർ എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിലാണ്. ഏത് ദിവാൻ്റെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് ദിവാനായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി അവിടെ ഒന്ന് അറിഞ്ഞ് വെച്ചുകൊള്ളുക, മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഇനിയും തിരുവിതാംകൂറിൽ മണ്ഡപത്തും വാതുക്കൽ പോലെ തന്നെ കൊച്ചിയിൽ കോവിലകത്തും വാതുക്കലായിരുന്നു. അതുകൂടി അറിഞ്ഞു വെച്ചുകൊള്ളുക. തിരുവിതാംകൂറിൽ അത് മണ്ഡപത്തും വാതുക്കലായിരുന്നുവെങ്കിൽ കൊച്ചിയിൽ അത് കോവിലകത്തും വാതുക്കലാണ്. സോ കൊച്ചിയിൽ അത് കോവിലകത്തും വാതുക്കലായിരുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞു വെച്ചുകൊള്ളുക. ഇത്തരത്തിലുള്ള കുറച്ച് സാമ്യതകൾ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരികളെ വഞ്ചി ഭൂപതിമാർ എന്ന് വിശേഷിപ്പിച്ചു. അതായത് തിരുവിതാംകൂറിനെ വിശേഷിപ്പിച്ചിരുന്ന, തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് വഞ്ചി ഭൂമി, ലാൻഡ് ഓഫ് അബണ്ടൻസ്, അതായത് സമൃദ്ധിയുടെ നാട് എന്നുള്ള രീതിയിൽ തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു വഞ്ചി ഭൂമി. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമായിട്ടുള്ള വഞ്ചീശമംഗളമൊക്കെ തുടങ്ങുന്നത് വഞ്ചി ഭൂമി എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നുമാണ്. സോ ആ ഒരു വഞ്ചി ഭൂമിയുടെ ഭൂപതിമാരായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരികളെ അറിയപ്പെട്ടിരുന്ന പേര് വഞ്ചി ഭൂപതിമാർ എന്നാണ്. വഞ്ചി ഭൂപതിമാർ. അതേപോലെ തന്നെ കൊച്ചിയിലെ ഭരണാധികാരികളെ അറിയപ്പെട്ടിരുന്നത് മാടഭൂപതിമാർ എന്നാണ്. കൊച്ചിയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു മാടത്തുംകര. അങ്ങനെ കൊച്ചി ഭരണാധികാരികളെ വിശേഷിപ്പിച്ചിരുന്ന പേരാണ് മാടഭൂപതിമാർ. ഇതും കൂടി നിങ്ങൾ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചുകൊള്ളുക. അപ്പോൾ കൊച്ചിയിലെ ഭരണാധികാരികൾ മാടഭൂപതിമാർ, തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ വഞ്ചി ഭൂപതിമാർ.
അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞു വെച്ചുകൊള്ളുക, പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് റീകളക്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഇനിയും അടുത്ത ഒരു ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ചോദ്യം നോക്കാം. ബാറ്റിൽ ഓഫ് കുളച്ചൽ വാസ് ഫോർട്ട് ബിറ്റ്വീൻ, അതായത് കുളച്ചൽ യുദ്ധം ആർക്കൊക്കെ ഇടയിലായിരുന്നു യുദ്ധം നടന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻസ്: മാർത്താണ്ഡവർമ്മ ആൻഡ് ദ ഡച്ച്, ധർമ്മരാജ ആൻഡ് ദ ഡച്ച്, മാർത്താണ്ഡവർമ്മ ആൻഡ് ദ പോർച്ചുഗീസ്, മാർത്താണ്ഡവർമ്മ ആൻഡ് ദ ബ്രിട്ടീഷ്. സോ നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്യുക. നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്തുവെങ്കിൽ നമ്മൾ ആൻസർ പറയാൻ പോവുകയാണ്. ഉത്തരം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായി വരുന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധം 1741 കുളച്ചൽ യുദ്ധം അരങ്ങേറുന്നത്. അതായത് ഈ ഡച്ചുകാർ തിരുവിതാംകൂറുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവർ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാന നഗരം, അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു കൽക്കുളം അഥവാ പത്മനാഭപുരം. സോ ആ ഒരു പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളത്ത് ആക്രമണം നടത്താനായിട്ട് വന്നു. അതിന് ശേഷം അല്ലെങ്കിൽ അതിനെ തുടർന്ന് തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്നു. ആ ഒരു യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് മാസം 10 അരങ്ങേറിയ കുളച്ചൽ യുദ്ധം. സോ ഈ ഒരു കുളച്ചൽ യുദ്ധം വളരെ ചരിത്രപരമായ ഒന്നായിരുന്നു. അതായത് ഈ ഒരു കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു. അതായത് മാർത്താണ്ഡവർമ്മയായിരുന്നു ഈ ഒരു കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ചത് എന്ന് മനസ്സിലാക്കണം. അതായത് ഡച്ചുകാർ ഇന്ത്യയിൽ നേരിട്ട അല്ലെങ്കിൽ ഡച്ചുകാർ ഒരു ഇന്ത്യൻ ഭരണാധികാരിയിൽ നിന്നും നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാജയമായിരുന്നു കുളച്ചൽ യുദ്ധത്തിലെ പരാജയം എന്ന് പറയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആധിപത്യം പ്രധാനമായും നോക്കുകയാണ് എങ്കിൽ സൗത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഡച്ചുകാരുടെ പരാജയം അവസാനിക്കാൻ കാരണമായ ഒരു കാര്യം കൂടിയാണ് ഈ കുളച്ചൽ യുദ്ധം. അതായത് ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഡച്ചുകാരുടെ ആധിപത്യം അവസാനിക്കാൻ ഇടയാക്കിയ സംഭവം കൂടിയാണ് ഈ ഒരു കുളച്ചൽ യുദ്ധം എന്ന് പറയപ്പെടുന്നത്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. ആ ഒരു കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ചത് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അത് മാർത്താണ്ഡവർമ്മയാണ്. ഇനിയും ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പിടികൂടിയ ഒരു ഡച്ച് അഡ്മിറലുണ്ട്. അതാണ് ഡിലനോയി. അദ്ദേഹത്തിൻ്റെ പേര് കൂടി നോട്ട് ചെയ്ത് വെക്കണം, ഡിലനോയി. അതായത് ഡിലനോയിയെ പിടികൂടി തൻ്റെ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള ട്രെയിനിങ് നൽകുവാനായിട്ട് ഏൽപ്പിക്കുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്തത്. സോ അങ്ങനെ ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഡിലനോയിയാണ്. സോ ആ ഒരു ഡിലനോയിയുടെ കാര്യം കൂടി അവിടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. സോ ഇതാണ് ഇവിടെ വരുന്ന ചോദ്യം, അല്ലെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സോ ബാറ്റിൽ ഓഫ് കുളച്ചൽ 10 ഓഗസ്റ്റ് 1741 ഡച്ച് വേഴ്സസ് മാർത്താണ്ഡവർമ്മ. ദെൻ ട്രീറ്റി ഓഫ് മാവേലിക്കര, അതായത് 1753 ഡച്ചുകാരും അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഈ ഒരു യുദ്ധത്തെ തുടർന്ന് ഏർപ്പെട്ട ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. മാവേലിക്കര ഉടമ്പടി അതും വളരെ ഫേമസ് ആണ്. 1753 വർഷം 1753. ഇനിയും അടുത്ത ചോദ്യം. മെനി മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹാഡ് അഡോൺഡ് ദ കോർട്ട് ഓഫ് സ്വാതി തിരുനാൾ. ഫൈൻഡ് ദ ഓഡ് മാൻ ഇൻ ദ ഫോളോയിങ്. അതായത് ധാരാളം സംഗീതജ്ഞർ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അതിൽ നിന്നും ഓഡ് വൺ ആരാണ്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തവർ ആരാണ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻസ് നോക്കാം. സുബ്ബുക്കുട്ടി അയ്യ, അലഗിരി നായിഡു, ശിവാനന്ദൻ, വടിവേലു. ഇതാണ് ഓപ്ഷൻസ്. സോ നിങ്ങൾ ആൻസർ ഒന്ന് മാർക്ക് ചെയ്തോളുക. നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാനുള്ള സമയമായി. സോ നമ്മൾ നോക്കാൻ പോകുന്നു. ഇവിടെ ഓഡ് വൺ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, അലഗിരി നായിഡു. അതായത് ബാക്കിയുള്ള മൂന്ന് പേരും സ്വാതി തിരുനാളിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രധാനപ്പെട്ട സംഗീതജ്ഞരായിരുന്നു. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, അലഗിരി നായിഡു. അപ്പോൾ ആ ഒരു ഉത്തരം മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഇനിയും എന്തുകൊണ്ട് ഇവിടെ അലഗിരി നായിഡു ഉത്തരമായി വരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, സ്വാതി തിരുനാളിൻ്റെ സദസ്സിനെ അലങ്കരിച്ച പ്രധാനപ്പെട്ട സംഗീതജ്ഞർ ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. സോ അവരുടെ പേരുകൾ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. ഷഡ്കാല ഗോവിന്ദമാരാർ, അതേപോലെ തന്നെ മേരുസ്വാമി, ദെൻ മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യന്മാരായിരുന്ന തഞ്ചാവൂർ നാൽവർ എന്നറിയപ്പെട്ട 4 സഹോദരങ്ങളുണ്ടായിരുന്നു. കർണാടക സംഗീതത്തിലൊക്കെ വളരെയധികം പ്രഗത്ഭരായ ഈ തഞ്ചാവൂർ നാൽവരുടെ പേരും നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. ശിവാനന്ദൻ,
പൊന്നയ്യ, ചിന്നയ്യ, വടിവേലു ഇവരായിരുന്നു തഞ്ചാവൂർ നാൽവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആരൊക്കെയാണ്? വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ ഇവരായിരുന്നു തഞ്ചാവൂർ നാൽവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദെൻ സുബ്ബുക്കുട്ടി അയ്യ ഒരു വീണ വിദ്വാനായിരുന്നു, വീണ എക്സ്പോണൻ്റ് ആയിരുന്നു. ആ സുബ്ബുക്കുട്ടി അയ്യയും തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രധാനപ്പെട്ട സംഗീതജ്ഞനായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കണം. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കിയാൽ മനസ്സിലാകും. സുബ്ബുക്കുട്ടി അയ്യ നമ്മൾ പറഞ്ഞു, സുബ്ബുക്കുട്ടി അയ്യ എന്താണ്? വീണ എക്സ്പോണൻ്റ് ആണ്. ദെൻ ശിവാനന്ദൻ, അതേപോലെ തന്നെ വടിവേലു, ഇവർ രണ്ടും പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ സ്വാതി തിരുനാളിൻ്റെ സംഗീത സദസ്സിനെ അലങ്കരിച്ചിരുന്ന തഞ്ചാവൂർ നാൽവർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. സോ ആ തഞ്ചാവൂർ നാൽവർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ശിവാനന്ദനും വടിവേലുവും ഇതുകൂടാതെ പൊന്നയ്യയും ചിന്നയ്യയും ഉണ്ടായിരുന്നു. സോ ഇവരൊക്കെ തന്നെ സ്വാതി തിരുനാളിൻ്റെ സംഗീത സദസ്സിനെ അലങ്കരിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ഇനിയും സ്വാതി തിരുനാളിൻ്റെ സംഗീത മേഖലയിലെ കുറച്ച് സംഭാവനകൾ കൂടി നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. അതായത് സംഗീത മേഖലയിലും അല്ലെങ്കിൽ കലകളെ ധാരാളം പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു സ്വാതി തിരുനാൾ. അതുകൊണ്ട് തന്നെ കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നതിനാൽ ഇദ്ദേഹത്തെ പ്രധാനമായിട്ടും വിശേഷിപ്പിച്ചിരുന്നത് ദക്ഷിണഭോജൻ എന്ന പേരിലാണ്. ദക്ഷിണഭോജൻ എന്ന പേരിലാണ് സ്വാതി തിരുനാളിനെ വിശേഷിപ്പിച്ചിരുന്നത്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ദക്ഷിണഭോജൻ എന്നുള്ളത്, ദക്ഷിണഭോജൻ, കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നതിനാൽ സ്വാതി തിരുനാൾ ദക്ഷിണഭോജൻ എന്നറിയപ്പെട്ടു. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു മ്യൂസീഷ്യനായിരുന്നു. വീണ വായനയിലും കർണാട്ടിക് മ്യൂസിക്കിലും ഒക്കെ തൽപരനായിരുന്ന സ്വാതി തിരുനാൾ അദ്ദേഹമായിരുന്നു മ്യൂസീഷ്യൻ എമംഗ് കിങ് എമംഗ് മ്യൂസീഷ്യൻസ്, അതായത് സംഗീതജ്ഞർക്കിടയിലെ രാജാക്കന്മാർക്കിടയിലെ സംഗീതജ്ഞൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിമാരേക്കാൾ കൂടുതൽ ശമ്പളം ഇദ്ദേഹം മ്യൂസീഷ്യൻസിന് നൽകിയിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സോ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കി വെക്കണം, സ്വാതി തിരുനാളിൻ്റെ കലാരംഗത്തുള്ള പ്രധാനപ്പെട്ട സംഭാവനകൾ ഇതൊന്ന് അറിഞ്ഞു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. സോ ഇവരായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സംഗീത സദസ്സിലെ സദസ്സ് അലങ്കരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞർ. ഇവരുടെ പേരുകളൊന്ന് അറിഞ്ഞു വെക്കണം. ഇനിയും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ദ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി വാസ് ഫോംഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ്, അതായത് തിരുവിതാംകൂർ സർവകലാശാല ആരുടെ കാലഘട്ടത്തിലാണ് പണിതത് അല്ലെങ്കിൽ പണി കഴിപ്പിച്ചത് എന്നുള്ളതാണ്. ഗൗരി പാർവതിഭായ്, ശ്രീമൂലം തിരുനാൾ, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ആയില്യം തിരുനാൾ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, നിങ്ങളെല്ലാവരും ആൻസർ മാർക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഉത്തരമായിട്ട് വരുന്നത്, നമ്മൾ ഉത്തരം പറയാൻ പോവുകയാണ്. സോ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതായത് തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നത്. വർഷം 1937. 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വ്യക്തിയായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. സോ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. അതായത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ അത് സി പി രാമസ്വാമി അയ്യർ, തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ അല്ലെങ്കിൽ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയിരുന്നത് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദെൻ 1957, അതായത് ആഫ്റ്റർ കേരള സ്റ്റേറ്റ് ഫോർമേഷൻ, അതായത് കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഈ ഒരു ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി അത് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നു എന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം 1957 അത് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി എന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വസ്തുതകൾ, അതാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമായി ബന്ധപ്പെട്ട ചില അനുബന്ധ വസ്തുതകൾ നമ്മളൊന്ന് പറയാൻ പോവുകയാണ്. നോക്കി വെച്ചുകൊള്ളുക. ഒന്ന്, ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. സോ ആ ഒരു പദ്ധതി 1940 ആരംഭിക്കുന്നതും ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് തിരുവനന്തപുരത്ത് തുടക്കമിടുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു വിശേഷണം. ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതും ഒരു എക്സ്ട്രാ പോയിൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. ഇനിയും ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. തിരുവിതാംകൂർ PSC, നമ്മൾ തിരുവിതാംകൂറിൽ പ്രധാനമായിട്ടും
പ്രധാനമായിട്ടും നിവർത്തന പ്രക്ഷോഭമൊക്കെ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പോയിൻ്റാണ്, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ അനന്തരഫലം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണം. 1936 ട്രാവൻകൂർ PSC ഫോം ചെയ്യുന്നത്. സോ ട്രാവൻകൂർ PSCയുടെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ അത് GD നോക്സ് ആയിരുന്നു. GD നോക്സ്. ഈ ട്രാവൻകൂർ PSC 1956 അത് കേരള PSC ആയി മാറുന്നു. അതായത് കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ട്രാവൻകൂർ PSC അത് കേരള PSC ആയി മാറുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ അവിടെ ഒന്ന് അറിഞ്ഞു വെക്കണം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, അതായത് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി 1937 ദെൻ 1957 അത് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അതായത് നോക്കുമ്പോൾ ഇവിടെ 20 വർഷത്തെ ഗ്യാപ്പാണ് വരുന്നത്, 20 വർഷത്തിന് ശേഷമാണത്. ഇവിടെ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 ദെൻ കേരള PSC ആയിട്ട് അത് മാറുന്നത് 1956. അവിടെയും വരുന്നു 20 വർഷം. നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചോളുക. അവിടെയും വരുന്നു ഒരു 20 വർഷത്തെ ഗ്യാപ്പ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അങ്ങനെ ഒരു 20 വർഷത്തെ ഗ്യാപ്പ് വരുന്നു എന്നുള്ള കാര്യമാണ്. ആദ്യം PSC, രണ്ടാമത് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഓർത്താൽ മതി. ആദ്യം PSC, അപ്പോൾ 36 ട്രാവൻകൂർ PSC, 37 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഓർത്തു വെച്ചുകൊള്ളുക. സോ ഇനിയും അടുത്ത ഒരു പോയിന്റ് കൂടി നോക്കിക്കേ. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ. അതായത് തിരുവിതാംകൂറിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ അവർണർക്ക് അല്ലെങ്കിൽ എല്ലാ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിളംബരം 1936 നവംബർ മാസം 12 പുറപ്പെടുവിപ്പിക്കുന്നു. സോ ഈ ഒരു വിളംബരം പുറപ്പെടുവിപ്പിച്ചു തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്നെയാണ്. സോ ഇതിന് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യറാണ്. അതേപോലെ തന്നെ ഈ ഒരു വിളംബരത്തെ ആധുനിക മോഡേൺ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് അത് മഹാത്മാഗാന്ധിജി ആയിരുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞു വെച്ചുകൊള്ളുക. മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് അല്ലെങ്കിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജി ആയിരുന്നു എന്ന പോയിന്റ് നിങ്ങൾ അവിടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചുകൊള്ളുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ബാലരാമവർമ്മ, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938, അതേപോലെ തന്നെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936, അതേപോലെ തന്നെ 1936 നവംബർ മാസം 12 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം. പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള സന്നദ്ധതയൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ട് അറിയിക്കുന്നതൊക്കെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് തിരുക്കൊച്ചി സംയോജനവും ഒക്കെ നടക്കുന്നതും. തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖായിട്ട് സേവനമനുഷ്ഠിച്ചതുമൊക്കെ തന്നെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇത്രയും കാര്യം ഇവിടെ നിങ്ങളൊന്ന് പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് അനുബന്ധ വസ്തുതകൾ എന്നുള്ള രീതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട അനുബന്ധ വസ്തുതകളാണ്. ആ അനുബന്ധ വസ്തുതകളുടെ കൂട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഡിഗ്രി ലെവൽ മത്സര പരീക്ഷകൾക്കും അതേപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകൾക്കുമൊക്കെ തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ നമ്മളിന്ന് നടത്തിയത്. സോ ഈ ഒരു അനുബന്ധ വസ്തുതകൾ പറഞ്ഞതും ചോദ്യങ്ങൾ പറഞ്ഞതുമൊക്കെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ആ ഒരു ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പഠനം എത്രമാത്രം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് താഴെ കമൻറ്റ് ചെയ്തോളുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും കേരള ഹിസ്റ്ററി ഭാഗത്തുള്ള മറ്റ് ചോദ്യങ്ങളുമായി ഇനിയും മറ്റ് ക്ലാസ്സുകളിൽ കാണാം എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ ക്ലാസ്സുകൾ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.